അരുൺ, വിവിധ ജില്ലകളിൽ നിന്നുള്ള പേരുകൾ, സജഷനുകൾ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അന്തിമമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരേണ്ടതുണ്ട്. നമ്മൾ ഓരോ ജില്ലയിൽ നിന്ന് ഉള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴും മത്സരാർത്ഥിയായി രംഗത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന പലരും പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും ഭരണത്തിൽ ഏറുക എന്ന ലക്ഷ്യത്തോടു കൂടി പോകുമ്പോൾ വിജയസാധ്യതയ്ക്ക് കൂടി പ്രഥമ പരിഗണന നൽകും. അതോടൊപ്പം ടേം വ്യവസ്ഥകൾ, പ്രായം, ഇതിലെല്ലാം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും എന്നതാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എൻ ഷംസീറിൻ്റേത് ആകട്ടെ, കെ ശൈലജയുടേതാകട്ടെ, ഒരുപക്ഷെ സജീവ രാഷ്ട്രീയത്തിലേക്ക് പിന്നീടാണ് വന്നതെങ്കിൽ പോലും എം.വി. നികേഷ് കുമാർ അടക്കം മത്സരിച്ചേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ സൈബർ വിഭാഗത്തെ നയിക്കുന്ന ആൾ കൂടിയാണ്. ആ പേരുകളൊന്നും പട്ടികയിലില്ല. ഇനിയിപ്പോൾ തിരുത്തൽ നടത്തി ഈ പട്ടികയിലേക്ക് ഇവരൊക്കെ ഉൾപ്പെടുവാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും എത്രത്തോളമുണ്ട് അരുൺ? അഭിലാഷ്, കിരൺ ബാബു ആദ്യം റിപ്പോർട്ട് ചെയ്ത പോലെ ഇതൊരു അന്തിമ പട്ടികയല്ല. ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രപ്പോസലാണ്, നിർദ്ദേശം. അത് 27-ന് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ യോഗം നാളെ ചേരുന്നുണ്ട്. അതിൽ ഈ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഒരു PB-യുടെ ഒരു അനുമതി വേണം പിണറായി വിജയൻ മത്സരിക്കാൻ. അത് നാളെ ഉണ്ടാകും. പിണറായി വിജയനൊപ്പം ആര് മത്സരിക്കണം PB-യിൽ നിന്നെന്ന കാര്യത്തിൽ കൂടി ഒരുപക്ഷേ വിജയൻ മത്സരിക്കുന്നെങ്കിൽ ആ തീരുമാനവും നാളെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് 28-നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്, ശനിയാഴ്ച. അവിടെയാണ് ജില്ലകളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റുകളും യോഗം ചേരുകയാണ്. അവിടെ നിന്നുള്ള സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള ജില്ലാ സെക്രട്ടറി യോഗങ്ങൾ, അവിടെയാണ് നിർദ്ദേശങ്ങൾ വരുന്നത്. അതിലാണ് കണ്ണൂരിൽ കെ ശൈലജയ്ക്ക് സീറ്റില്ലാതെ, എൻ ഷംസീർ സീറ്റില്ലാതെയുള്ള ഒരു പട്ടിക അവിടെ നിന്ന് മുകളിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവിടെ പങ്കെടുക്കുന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ നിന്നൊരു പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തുന്നത്. കിരൺ റിപ്പോർട്ട് ചെയ്ത പോലെ അതൊരു അന്തിമ പട്ടികയല്ല. സംസ്ഥാന നേതൃത്വത്തിന് ഇടപെടാനുള്ള സമയമുണ്ട്, ദേശീയ നേതൃത്വത്തിന് ഇടപെടാനുള്ള അവസരമുണ്ട്. കെ ശൈലജയെ ഒഴിവാക്കിക്കൊണ്ട് പട്ടിക നൽകുന്നതിന് കാരണമായി ഇപ്പോൾ കണ്ണൂരിലെ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് 2 ടേം നിബന്ധനയാണ് പാർട്ടിക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. ആ 2 ടേം നിബന്ധന നിൽക്കുമ്പോൾ സ്വാഭാവികമായും 2 ടേം മത്സരിച്ചവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പട്ടിക തയ്യാറാക്കിയതാണ്. പക്ഷേ കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും മറ്റു ജില്ലകളിലായാലും അങ്ങനെയല്ല, കാസർഗോഡായാലും ഒക്കെ അങ്ങനെയല്ല പട്ടികകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെയൊക്കെ 2 ടേം നിബന്ധന പരിഗണിക്കാതെ ജയസാധ്യത മാത്രം കണക്കിലെടുത്തുള്ള പട്ടികയാണ്. കെ ശൈലജ CPM-ന്റെ ഏറ്റവും ജനകീയ നേതാക്കളിൽ ഒരാളാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവർ കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ വരാത്തത് തന്നെ വലിയ അമർഷത്തിന് ജനങ്ങൾക്കിടയിൽ പോലും ഉണ്ടാക്കിയത്. പാർട്ടിക്കകത്തും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അക്കാര്യം ഉണ്ടാക്കിയിരുന്നു. കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ഈ പൊതുസമൂഹത്തിൽ പൊതുവിൽ ഉയർന്നു വരുന്ന ഒന്നാണ്. ആ സാഹചര്യത്തിലാണ് CPM-ന്റെ ഈ പട്ടികയിൽ ഇപ്പോൾ, പ്രാഥമിക പട്ടികയിൽ ഇപ്പോൾ കെ ശൈലജയുടെ പേരില്ലാത്തത്. അത് സംസ്ഥാന നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ തിരുത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. 28-ന് ചേരുന്ന ഒരുപക്ഷെ നാളത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ 28-ന് ഉണ്ടായേക്കാം. അതിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നത് തലശ്ശേരിയിൽ നിന്ന് എൻ ഷംസീറിനെ മാറ്റിക്കൊണ്ട് കാരായി രാജനാണ്. കാരായി രാജൻ അവിടെ ജനകീയ നേതാവാണ്. പക്ഷേ അദ്ദേഹം ഫസൽ വധക്കേസിലെ പ്രതിയാണ്. വലിയ ജനകീയത അവിടെ കാരായനുള്ളപ്പോഴും അദ്ദേഹത്തെ പൊതുവിൽ പ്രതിപക്ഷമൊക്കെ വിമർശിക്കുന്നത് ഒരു കൊലക്കേസ് പ്രതിയായാണ്. അത്തരം ഒരാൾ ഷംസീറിനെ മാറ്റി അവിടെ വരുമ്പോൾ, സ്പീക്കർ എൻ ഷംസീറിനെ മാറ്റി വരുമ്പോൾ അതും ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമോ എന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. അത്തരം കാര്യങ്ങളും വീണ്ടും പരിഗണിക്കാനിടയുണ്ട്. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നത് ഇന്നലെ അവിടെ നിന്ന് പോയ പട്ടിക അതേപടി അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്നലെ യോഗത്തിൽ വ്യക്തമാക്കിയത് തലശ്ശേരിയുടെ കാര്യത്തിലും മട്ടന്നൂരിൽ സനോജ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഒരു സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന ആഗ്രഹം, നിലപാട് നേതൃത്വത്തിനുണ്ട്. പക്ഷേ അപ്പോഴും ശൈലജയെ മാറ്റി അവിടെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളിലും സംസ്ഥാന സമിതി തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ യോഗത്തിൽ വ്യക്തമാക്കിയതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം എം.വി. നികേഷ് കുമാറാണ്. എം.വി. നികേഷ് കുമാർ മാധ്യമ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് CPM-ലേക്ക് ആദ്യം അഴീക്കോട് മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം CPM-ന്റെ അംഗമായിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടുത്തി CPM-ന്റെ AK സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈബർ വിങ്ങിന്റെ ചുമതല നൽകുകയും ചെയ്തു. പക്ഷേ അവിടെയും നികേഷിന്റെ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. അവിടെയും സൈബർ പ്രചരണമെല്ലാം പാളിപ്പോകുന്ന വിമർശനം പാർട്ടി ശക്തമാണ്. ചില ദേശാമെന്ന പ്രധാനപ്പെട്ട ആളുകൾ അവിടെ വന്ന് നികേഷുമായി ഒരുമിച്ച് പോകാൻ കഴിയുന്ന നിലപാടിനെ തുടർന്ന് ആ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും പുത്തലത്ത് ദിനേശൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇതിന്റെ ഓവറോൾ ചുമതല പാർട്ടി നൽകിയിരിക്കുന്നത്. പുത്തലത്തൊക്കെ ഇടപെട്ടുകൊണ്ട് അവരോട് വീണ്ടും ജോലിക്ക് വരണമെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നികേഷ് കുമാർ സ്വാഭാവികമായും കണ്ണൂരിൽ ഒരു മണ്ഡലത്തിൽ, കാരണം 2016 തന്നെ അഴീക്കോട് മത്സരിച്ച് തോറ്റുവെങ്കിലും അവിടെ വീണ്ടും നികേഷിനെ മത്സരിപ്പിക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. അഴീക്കോട് അല്ലെങ്കിൽ എം.വി. ഗോവിന്ദിന് പകരം തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദ് തന്നെ നികേഷ് നിർദ്ദേശിച്ചേക്കാമെന്ന സൂചനകൾ
സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഒരു മണ്ഡലത്തിലും, കണ്ണൂരിൽ ഒരു മണ്ഡലത്തിലും എം വി നികേഷ് കുമാർ എന്ന പേര് CPM പരിഗണിച്ചിട്ടില്ല. അത്തരം ചർച്ചകളെ ഉണ്ടായില്ല നേതാക്കൾ വ്യക്തമാക്കുന്നത്. നികേഷ് കുമാറിന് അതുകൊണ്ട് തന്നെ സീറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ KK ശൈലജയുടെ കാര്യത്തിലും ഷംസീറിന്റെ കാര്യത്തിലുമൊക്കെ ഒരു പുനരാലോചന CPM ഉണ്ടായേക്കാം. പക്ഷേ എം വി നികേഷ് കുമാറിനെ അത്തരത്തിലും CPM പരിഗണിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി നേരത്തെ ചർച്ചകളിലെങ്കിലും നികേഷ് കുമാറിന്റെ പേര് ഉയർന്നു വന്നേനെ. അത്തരത്തിൽ ഒരിടത്തും എം വി നികേഷ് കുമാറിന്റെ പേര് ഉയർന്നു വന്നില്ല. മറ്റൊന്ന് PK ശ്യാമളയുടെ CPMന്റെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവാണ് PK ശ്യാമള. MV ഗോവിന്ദന്റെ ഭാര്യ എന്നതിനപ്പുറത്തേക്ക് അവർ കണ്ണൂരിലെ പ്രധാനപ്പെട്ട വനിതാ നേതാവ് തന്നെയാണ്. അവരുടെ പേരാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വച്ച നിർദ്ദേശത്തിൽ MV ഗോവിന്ദന് പകരം തളിപ്പറമ്പിൽ നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ വിമർശനം ഉയർന്നു വന്നു. PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നതിന് വിജയസാധ്യത ഉണ്ടാകില്ല. അവിടെ സുകന്യയെ മത്സരിപ്പിക്കണം. സുകന്യ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, സംസ്ഥാന ഭാരവാഹിയാണ്, CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, മുൻ SFI നേതാവാണ്. സുകന്യയ്ക്ക് അവിടെ വ്യക്തിബന്ധങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്. കാരണം അവരുടെ ജീവിത പങ്കാളി കൂടിയായ ജെയിംസ് മാത്യു അവിടെ പലതവണ MLA ആയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾ കൂടി ഉപയോഗിച്ചാൽ സുകന്യയ്ക്ക് അവിടെ കുറച്ചുകൂടി ജനകീയതയുണ്ട്. അതുകൊണ്ട് സുകന്യ മത്സരിക്കുന്ന അഭിപ്രായത്തിലാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പ്രാമുഖ്യം ലഭിച്ചത്. അതുകൊണ്ടാണ് N സുകന്യ എന്ന പേരിലേക്ക് CPM അവിടെ എത്തിച്ചേരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിലും അന്തിമ തീരുമാനം സംസ്ഥാന സമിതിയിലുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റും ആ വിഷയം ചർച്ച ചെയ്യും. ഏതായാലും KK ശൈലജയെ ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടികയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്നതെന്നാണ് അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. യെസ്, രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ എന്നതാണ്. പ്രത്യേകിച്ച് CPIMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലമുതിർന്ന നേതാക്കളിൽ ഭൂരിഭാഗവും ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ ആണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അവിടെ നമുക്കറിയാം, നിലവിൽ KK ശൈലജയെ പോലെയുള്ളവർ, അതല്ല എങ്കിൽ AN ഷംസീറിനെ പോലെയുള്ളവർ, മുഖ്യമന്ത്രി തന്നെ, അങ്ങനെയൊക്കെ എത്രയോ ആളുകൾ ജനവിധി തേടുന്ന ജില്ലയാണ് കണ്ണൂർ. അവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രാഥമിക പരിഗണന പട്ടികയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. പിന്നീട് സംസ്ഥാന നേതൃത്വം ആയിരിക്കും ഇതിൽ അന്തിമമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുക, തിരുത്തലുകൾ വരുത്തുക. എങ്കിൽ പോലും രാഷ്ട്രീയ കേരളം ഏറെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന ജില്ല കൂടിയാണ് കണ്ണൂർ എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.